ബാഗ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല സ്മെല്ലുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കുറെ ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാണ്ട്. നല്ല വിഷമുണ്ട്. സംഭവം എന്താ വെച്ചാല് ഞാൻ അന്നപൂർണ കേറുന്നത് തൊട്ട് അത് കയറി ഇറങ്ങി വരുന്നവരെ എനിക്ക് ഡെയിലി വ്ലോഗ് ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു ആഗ്രഹം വെച്ച് തന്നെയാണ് ഞാൻ ഇത് പോയത് പോലും. മറ്റുള്ളവരിൽ ഞാൻ കാണുന്നതും ഞാൻ കയറുന്നതും മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ടൈം അത് പറ്റിയില്ല. കാരണം എൻ്റെ ഫോണ് വീണ്, അതിൻ്റെ ഡിസ്പ്ലേ പോയി. അതുപോലെ തന്നെ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയി. അതുപോലെ തന്നെ ഗോപ്രോൻ്റെ ബാറ്ററിയും പോയി. ഇപ്പം തന്നെ ഞാൻ ഗോപ്രോ യൂസ് ചെയ്യുന്നുള്ളത് നോക്കിയാൽ കണക്ഷൻ കൊടുത്തിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ബാറ്ററി ഒന്ന് ഓർഡർ ആക്കണം. ഭയങ്കര മുഷ്കിലുള്ള ടൈമിങ്ങിനൊക്കെ ആകുമ്പോൾ ഭയങ്കര ഡള്ളാവുന്നുണ്ട്. എനിവേ അതൊന്നും കാര്യമാക്കിയിട്ട് ഗുണമില്ല. എൻ്റെ ഒരു 16 ദിവസം വീട്ടിൽ നിന്ന് ലാസ്റ്റ് 1-ാം തീയതി ഞാൻ ഇറങ്ങി. ഓഗസ്റ്റ് 1-ന് ഇറങ്ങി. ഇന്ന് ഓഗസ്റ്റ് 19 അപ്പോൾ ഓഗസ്റ്റ് 19 ഞാൻ റിട്ടേൺ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 19 ദിവസത്തെ യാത്ര നല്ല എക്സ്പീരിയൻസ് എനിക്ക് തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാൾ എത്രക്കോ മുകളിലാണ് നമുക്ക് ഈ ഒരു യാത്ര എനിക്ക് തന്നിട്ടുള്ളത്. കാരണം മൊബൈൽ ഇല്ലാത്തൊരു യാത്രയാണ്. നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്ക്. എൻ്റെ മല കയറിയത് തൊട്ട് പിന്നെ മൊബൈലിൻ്റെ ഡിസ്പ്ലേ പോയതിന് അവിടെ മൊബൈൽ ചേഞ്ച് ചെയ്യാൻ, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. ഉള്ളത് കൊണ്ട് ആ ഒരു സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് അതേ ഒരിയിൽ പോയി വരണം. ആ മല ഇറങ്ങി വന്നതിന് ശേഷമാണ് മൊബൈൽ ശരിയാക്കാനുള്ള ഓപ്ഷൻ വരെ ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇറങ്ങി വന്നിട്ട് കൊച്ചിയിലാണ് ഞാൻ മൊബൈൽ ശരിയാക്കിയത്. അതൊക്കെ ശരിയായി. ഞാനിപ്പോൾ ഇപ്പം എൻ്റെ വീട്ടിലുണ്ട്. അവിടെ നല്ലതാ. ആ മയിൽ കണ്ടോ അവിടെ ഉണ്ട്. നോക്ക്. എനിവേ എൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അലക്കാനുണ്ട്. ഡ്രസ്സിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ പറയാൻ പറ്റുന്നില്ല. മഴവെള്ളം കൊണ്ട് സ്മെല്ലടിച്ച അത് ഒരു മാതിരി ആവുന്നുണ്ട്. ഇപ്പോൾ റൂമിലേക്ക് കയറാൻ പറ്റുന്നില്ല. അങ്ങനെ ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബാഗ്. ഈ ബാഗ് മൊത്തം നനഞ്ഞിട്ടുണ്ട്. മയക്കാണ്, ഫുള്ള് മഴയല്ല വന്നത്. മയത്ത് ചണ്ടിയായി പിണ്ടിയായി മൊത്തം കച്ചറായി. ബാഗിൻ്റെ റെയിൻ കോട്ട് എടുക്കുന്നുണ്ടായിരുന്നു, അതും പോയി. അങ്ങനെ എല്ലാം പോയിട്ട് വെള്ളം അതിനകത്തേക്കും കയറി. ഓൾറെഡി ആ ബാഗിന് 13 കിലോ ഉണ്ട്. പിന്നെ വെള്ളവും കയറിയിട്ടാകുമ്പോൾ അത് 13 ഉള്ളത് 17, 19, 20 എന്തോ ആയി. അതും ഏറ്റിക്കൊണ്ടാണ് മുകളിലേക്ക് പോയത്. മുകളിലേക്ക് പോകുമ്പോൾ ഉണ്ട് ശ്വാസം മുട്ടി കഷ്ടപ്പെട്ടാണ് കയറിയത്. അത് വെയിറ്റിൻ്റെ ആണ് മെയിൻ. പിന്നെ ഫുഡില്ല, അതൊക്കെ നോക്കാനുണ്ട്. അങ്ങനെ എന്തായാലും അന്നപൂർണ ബേസ് ക്യാമ്പ് ഞാൻ കവർ ചെയ്ത് ഗൈസ്. അങ്ങനെ ലാസ്റ്റ് ഞാൻ വീട്ടിലേക്ക് എത്തി. ഇനിതാ ഈ ബാഗിലുള്ള സാധനങ്ങൾ, ഈ ഡ്രസ്സ്, ഈ സിപ്പ് തുറന്നാലുണ്ടല്ലോ ഈ വീട് മൊത്തം നിറം. അമ്മാതിരി സ്മെല്ലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. മോനെ ബാഗിൽ ഫുള്ള് എറുമ്പോൾ വന്നിട്ട് നിറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബാഗ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നല്ല സ്മെല്ലുണ്ട്, അഡ്ജസ്റ്റ് ചെയ്യണം. അവസ്ഥ ഒക്കെ എല്ലാം നനഞ്ഞ് മുഷിഞ്ഞു പോയി. എല്ലാം മാറിയിട്ട് ഇതൊക്കെ മൊത്തം നനഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ. അല്ലെങ്കിൽ ഇങ്ങനെ ആവലില്ല. ബാഗൊക്കെ നനഞ്ഞിപ്പോ അജില ബന്ധന്റെ വീഡിയോ എടുത്ത് ഓനെന്ന് പോലെ മൂക്ക് പൊത്തിട്ട് വീഡിയോ എടുക്കുന്നത്. എന്തിത് ഇത് ചായപ്പൊടിയാവും. വേറെ പുതുവല്ലോ. വേണ്ട ഇതുണ്ടാ ഇതിന്റെ ചെരുപ്പ്. മറ്റേ സ്ലീപ്പിംഗ് ബാഗ് പാവം. ഇതും ചെന്റെ വെയിലത്തിലുള്ളൂ. എനിക്കും അങ്ങനത്തെ പണിയുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതല്ലോ സെറ്റ് എക്സ്പീരിയൻസ്. അടുത്തോടെ നീ വരുന്നുണ്ടൊക്കെ വണ്ടിയിൽ പോവാ. എന്താ നടക്കാന്നല്ലേ? എന്താ ഇങ്ങനെ വരാന്നല്ലേ? ബാഗിലെ നീ വിടും ആണക്കരാന്നുണ്ട്. ഓ ബന്ധാ
ഇങ്ങോട്ടോ അന്നപൂർണ്ണ പെർമിറ്റ് അടിക്കുന്നത് ഉള്ളതായിട്ട് പോയി അന്നപൂർണ്ണ ഇതെന്റെ പാസ്പോർട്ടിന് അവസ്ഥ നോക്കുക കീറിയറാ ഇല്ലല്ലേ. ഇതാണ് ഞാൻ 2 കൊല്ലം മുമ്പത്തെ ഞാനാണ് ഈ കാണുന്നുള്ളത്. എന്ത് ചെയ്യലേ ഇനി അൽക്കാൻ കൊണ്ടുപോവാ. ഇതെല്ലാം അടുത്ത് വെക്കാൻ കഴിയുന്നില്ല. ഞാൻ പിന്നെ നമ്മ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ആണല്ലോ എന്തായാലും താഴോട്ട് കൊണ്ടുപോകാം. വാഷിംഗ് മെഷീനുള്ളതുകൊണ്ട് അത് വലിയ ഉപകാരമായി. ഇപ്പൊ സ്മെല്ല് വരുന്ന കൊണ്ടല്ല പണിയാൻ നൽകേണ്ടി വരുന്നത്. എന്താ ഇത് ഷായ് ഫുട്ടിലല്ല ഇതിലാണ്. വേണ്ട വേണ്ട വേണ്ടല്ല കൈ ഞാൻ എത്തിയിട്ടും കൂടിയല്ലോ മയക്ക് ചണ്ടിയായിരുന്ന ആ പരിപാടിയൊക്കെ കഴിഞ്ഞു. സംഭവം എന്താ വെച്ചാല് ഞാൻ അന്നപൂർണ്ണ കേറാൻ തുടങ്ങിയ ദിവസം തൊട്ട് മഴയായിരുന്നു. മഴ എന്ന് വെച്ചാല് നല്ല മഴ. ആ മൂന്ന് ദിവസം ഞങ്ങൾക്ക് കയറാൻ സമയം വേണം. ആ 3 ദിവസവും നല്ല മഴയായിരുന്നു. നമുക്ക് യാത്ര നിർത്തിയാല് ഭയങ്കര സമയത്തിന് ഞങ്ങളെ ഫണ്ടിനും ഭയങ്കര ബാധിക്കും. അതുകൊണ്ട് യാത്ര നിർത്തിയില്ല. മഴയത്ത് യാത്ര കൊടുത്ത് ബാഗിന്റെ കവർ ഉണ്ടായിരുന്നു. ആ കവറിന്റെ ഉള്ളിലോട്ട് വീണ്ടും വെള്ളം കയറി. അതങ്ങനെ മൊത്തത്തിൽ കുഴങ്ങി. പിന്നെ നമുക്ക് നിർത്താൻ പറ്റില്ല. അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെ ആവണം. പിന്നെ ഡ്രസ്സ് ആ നനഞ്ഞനെ ഉണക്കണമെന്ന് വിചാരിച്ചാൽ അവിടുത്തെ ക്ലൈമറ്റ് അതിനനുസരിക്കില്ല. കാരണം -3 -4 ആ ഒരു രീതിയിലാണ് അവിടുത്തെ ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. ആ ക്ലൈമറ്റിൽ ഈ സംഭവം ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല. ഞാൻ ഇപ്പം എൻ്റെ അതൊക്കെ അലക്കാനിട്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇവിടെ പിന്നെ വെറുതെ ഇരിക്കാൻ. ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് നോ ഐഡിയ ഞാനിനി എന്ത് ചെയ്യും എന്നുള്ള നമുക്കൊരു ഐഡിയ ഇല്ല. അതായത് ഞാൻ അടുത്ത ഒരു സ്ഥലത്തേക്ക് ഞാൻ പ്ലാൻ ചെയ്ത് അടുത്ത ലക്ഷദ്വീപാണ്. ഏകദേശം ഒരു 3-4 ആഴ്ചത്തൊക്കെ അതുണ്ടാവും. പക്ഷെ അവിടേക്ക് പോകാൻ എങ്ങനെ ഫണ്ട് റെഡിയാക്കുന്നുള്ള ഒരു ഐഡിയ എനിക്കില്ല. എങ്ങനെയെങ്കിലും റെഡിയാക്കിയാണ് ഞാൻ ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കാം. 3 ദിവസമായി. 3 ദിവസം റെസ്റ്റാണെന്ന് വിചാരിക്കാം. പിന്നെ ഞാൻ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങാനും കിട്ടിയാൽ നമുക്കൊരു നല്ലൊരു എന്താ പറയാ നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സംഭവമാണ്. ഞാനത് കിട്ടിയാൽ എല്ലാവർക്കും അറിയിക്കാം എന്ത് സംഭവം എന്നുള്ളത്. അപ്പൊ എനിവേ ഞാൻ എൻ്റെ വ്ലോഗ് നിർത്താണ്. എല്ലാവരോടും ബൈ ബൈ.